ഡോക്ടർ, ഇപ്പോൾ ഈ അപ്പൻഡിസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള അവയവങ്ങളിൽ ഇത് സ്പ്രെഡായി അതിന് ഡാമേജ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെ, ഈ ഓവറി യൂട്രസ് ഒക്കെ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഓർഗൻസ് പഴുപ്പ് നേരിട്ട് പോയി അവിടെ എഫക്ട് ചെയ്യുന്നു പറഞ്ഞു. ഇത് കൂടാതെ ഈ പഴുപ്പ് കൊച്ചു കുട്ടികളിലായാലും വലിയവരിലായാലും ബ്ലഡിൽ കൂടെ കയറി മറ്റു ഓർഗൻസ്, അതായത് ലിവറിൽ പോകാം, കിഡ്നിയിൽ പോകാം, ലങ്സിലൊക്കെ പോകാം. അപ്പം അങ്ങനെ അത്രയും സിക്ക്, അതായത് വെന്റിലേറ്റർ, കുട്ടി ചിലപ്പോൾ വെന്റിലേറ്ററിലാകാം, അത് ചിലപ്പോൾ ഡയാലിസിസിലേക്കൊക്കെ പോകേണ്ട സാഹചര്യമൊക്കെ വരാം. ഇതുപോലത്തെ ഒരുപാട് കേസസ് ഈ മെഡിക്കൽ അറ്റൻഷൻ പെട്ടെന്ന് സീക്ക് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നായാലും കുറച്ച് ഉൾപ്രദേശത്തിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഒരുപാട് വരാറുണ്ട്. അവരൊക്കെ നമ്മളെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് അങ്ങ് ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ ഡയാലിസിസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. ഒരുപക്ഷെ വെന്റിലേറ്ററിലാകും, ICUലായിരിക്കും, കുറേ ദിവസങ്ങൾ ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ സർജറി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കീ ഹോൾ പോലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ വയറ് തുറന്നുള്ള ഓപ്പറേഷൻ, അങ്ങനെ വളരെ ഈ പറയുമ്പം അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ, കീ ഹോൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്താൽ മതി എന്ന് പറയുമെങ്കിലും വളരെയധികം കോംപ്ലിക്കേഷനിലേക്ക് പോകാനും അപ്പം അതിൻ്റെതായ റിസ്കുകൾ വരാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു അസുഖമാണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത്.